ആദ്യം ഞാൻ വസന്ത് തെങ്ങുംപള്ളിയിലേക്ക് പോകുന്നു. വസന്ത് തെങ്ങുംപള്ളി, അരുൺ ഗോപി പറഞ്ഞതുപോലെ ഇയാൾ കുറ്റാരോപിതൻ മാത്രമാണ്. ഒരു കുറ്റാരോപിതന് ഒരു അപേക്ഷ നൽകിയാൽ അയാളെ സർവീസ് ചട്ടം അനുസരിച്ച് പരിഗണിക്കുക, അതുമാത്രമേ ശിശുക്ഷേമ സമിതി ചെയ്തിട്ടുള്ളൂ എന്നാണ്. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിവരം അനുസരിച്ച് CPM-ന്റെ ജില്ലാ നേതൃത്വമടക്കം ഇയാൾക്ക് ഈ ജയിൽവാസക്കാലം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇൻക്രിമെന്റ് നൽകാനും പ്രമോഷൻ നൽകാനും ഗ്രേഡ് നിശ്ചയിക്കാനുമാണ് ഇപ്പോൾ സമ്മർദ്ദം ചെലുത്തുന്നത് എന്നാണ്. വസന്ത് തെങ്ങുംപള്ളി, എങ്ങനെ നേരിടും നിങ്ങൾ ഇതിനെ? അല്ല ഡോക്ടർ അരുൺ, നോക്കൂ, ഇയാൾക്ക് പ്രൊമോഷൻ കൊടുത്തില്ല എന്ന് തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ ശിശുക്ഷേമ സമിതിയുടെ റെപ്രസെൻറ്റേറ്റീവായി ചർച്ചയിലുള്ള ആള് പറഞ്ഞ് ഇയാളെന്തോ, അതായത് നമ്മുടെ ഈ ആരോപണ വിധേയൻ എന്തോ പച്ചവെള്ളം ചവച്ചരിച്ചു കുടിക്കുന്ന മുട്ടനാടാണ് എന്ന് പറഞ്ഞു പോകുമോ എന്നുള്ളതാണ്. നോക്കൂ, ഇവർ നാളെ പറയുകയാണ് ജയിലൊരു സർക്കാർ സ്ഥാപനമാണ്, അതുകൊണ്ട് ജയിലിൽ പോയി നടത്തിയ സേവനം 7 മാസക്കാലം എങ്കിൽ 7 മാസക്കാലം, ആ ജയിലിൽ സർക്കാർ സ്ഥാപനത്തിൽ നടത്തിയ സേവനം സർക്കാർ സേവനമായി ഞങ്ങൾ പരിഗണിക്കുകയാണ്, അതാണ് നിയമോപദേശം എന്ന് പറഞ്ഞാലും നമ്മൾ അപ്പാടെ അങ്ങ് വിഴുങ്ങിയേക്കണം കേരളത്തിലെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഇവിടുത്തെ യുവജനങ്ങളും ഒക്കെ എന്നാണ് ഇവർ വിചാരിക്കുന്നത്. എന്തോ ഡെപ്യൂട്ടേഷനിൽ പോയതാണോ ജയിലിൽ? ശിശുക്ഷേമ സമിതിയിൽ നിന്ന് അല്ലെങ്കിൽ ആ വകുപ്പിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ ജയിലിൽ ഡ്യൂട്ടിക്ക് പോയിട്ട് വന്ന ആളാണോ? അല്ല. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ലോയറാണ്. ഇവിടെ ലോയേഴ്സ് ഒരുപാട് പേര് ചർച്ചയിലുണ്ട്. നോക്കൂ, പ്രഥമ ദൃഷ്ടിയാൽ കേസ് നിലനിൽക്കുന്നത് കൊണ്ടാണ് വിചാരണ കഴിയുന്നത് വരെ റിവൈവൽ പെറ്റീഷൻ ഫലപ്രദമാവാത്തത്. വിടുതൽ ഹർജിയിൽ അയാൾക്ക് വിടുതൽ കോടതി കൊടുക്കാത്തത് 7 മാസമല്ല 1 ദിവസമെങ്കിൽ അയാളെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പ്രഥമ ദൃഷ്ടിയാ പ്രോസിക്യൂഷന്റെ കേസ് നിലനിൽക്കുന്നു എന്ന് കോടതി കാണുന്നതുകൊണ്ടാണ്. സ്വാഭാവികമായും അയാൾ കുറ്റവാളിയാണ്. എന്താണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട്? ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പറയുന്നത് ആ ആക്ടിന്റെ കീഴിൽ വരുന്ന ഏതെങ്കിലും സ്ഥാപനത്തിൽ ഒരു തൂപ്പുകാരിയായിട്ടെങ്കിലും ഒരാളെ ജോലിക്കെടുത്താൽ POC നിർബന്ധമാണ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തൂപ്പുകാരിയെ പോലും ജോലിക്കെടുക്കാത്ത ഒരു സ്ഥാപനത്തിൽ ആ സ്ഥാപനത്തിലെ ജോലിക്കാരനായ ഒരാൾ കൊലക്കേസിൽ പ്രതിയേർക്കപ്പെടുക മാത്രമല്ല അയാൾ 7 മാസക്കാലം ശിക്ഷിക്കപ്പെടുന്നു. ഇപ്പോൾ അരുൺ ഗോപി പറഞ്ഞെന്താണ്? 7 മാസമല്ലേ ശിക്ഷിച്ചുള്ളൂ എന്നാണ് പറഞ്ഞത്. മൺസൂൺ കാലത്ത് ടൂർ പോയിട്ട് തിരിച്ചു വന്നതാണല്ലോ. അപ്പോ ആ 7 മാസമല്ലേ ശ്രീ അരുൺ ഗോപി? 1 ദിവസമെങ്കിൽ 1 ദിവസം ശിക്ഷിക്കപ്പെട്ടാൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം അയാൾ ഡിസ്മിസലിന് വിധേയനാവും. രണ്ടാമത് നിങ്ങൾ കാണുന്നത് 7 മാസക്കാലം നടപടിക്രമത്തിന്റെ ഭാഗമായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, ജയിലിലിട്ടു, പക്ഷേ തീർപ്പ് വന്നിട്ടില്ല. വിധി വരുന്നതുവരെ അയാൾ നിരപരാധിയല്ലേ എന്നതാണ് ചോദ്യം. അല്ല, അവരത് ഡെപ്യൂട്ടേഷൻ ആണെന്ന് പറഞ്ഞാലും നമുക്ക് അത്ഭുതപ്പെടാനില്ലെന്നേ. അത് തന്നെ ഞാൻ പറഞ്ഞത്. Debate with Arun Kumar.